അന്ന് വരക്കലിൽ നിന്നൊരു തൈ നട്ടു, പാങ്ങിൽ ഉസ്താദും മറ്റുള്ളോരും വളമിട്ടു. കണ്ണിയത്തും ശംസുൽ ഉലമായും ലാളിച്ച്, കൺമണി പോലെ പലരും സംരക്ഷിച്ച്, സയ്യിദുൽ ഉലമായുടെ കരങ്ങളിൽ യതീമഹിതമിലായി നമുക്കിന്ന് ശതവർഷം കതിരുതിരും തിരുമധുര കനി തന്ന്, കഥ പറയും കുളിരണിയും കുണിയ പുരിക്കണയുന്ന് തല പോലെ വിളയാലേ മുത്ത് റസൂലും സ്വഹാബത്തും ചൊന്ന ഉത്തമ മാർഗത്തിൻ പാതയിൽ മുന്തിയ പാശം നെഞ്ചേറ്റി മണ്ണിൽ ചന്തം ജനത മുന്നേറലായി ഒത്തൊരുമിത്ത് സാവേശമോടെ സുന്നത്ത് ജമാഅത്തിൻ നേർവഴി ഒട്ടും പിഴക്കാതെ ധീരം മുന്നേറി തെറ്റിയതിലൊട്ടും താവഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി റസൂലിക സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. وثبتن أقدامنا على الصراط حينما نمشي عليه خالقي بمدد شمس العلماء ويوننا بالأصل بالفصل وأحباب لنا بنظر وجه قررا بشيخ شمس العلماء. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ആരെയും അഭിസംബോധന ചെയ്യാനോ മറ്റോ ഒന്നും മുതിരുന്നില്ല. ആകെ 20 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ സലാഹുദ്ദീൻ ഫൈസി പറഞ്ഞു, കൃത്യമായി പുറകിൽ നിന്ന് വലിക്കും തോണ്ടും ഒക്കെ കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ആരെയും അഭിസംബോധന ചെയ്യാതെ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുക. അങ്ങ് കന്യാകുമാരി മുതൽ ഇൻഷാ അല്ലാഹ് ഇന്നലെ കോഴിക്കോട് വരെ വിവിധ കാതികന്മാർ സമസ്തയുടെ ചരിത്രത്തെ അൽഹംദുലില്ലാഹ് ഇതുപോലെ 20 മിനിറ്റിൽ പറഞ്ഞു വരികയാണ്. ഇന്ന് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 926 സമസ്ത രൂപീകൃതമാകുന്ന കാലഘട്ടത്തും അതിനു മുമ്പുമായി ഈ സമസ്തയ്ക്ക് വേണ്ടി പണിയെടുത്ത ഒരുപാട് മഹാരഥന്മാർ, ആലിമീങ്ങൾ, ഒരുപാട് സയ്യിദന്മാർ, ഔലിയാക്കൾ ഒക്കെ കടന്നുപോയിട്ടുണ്ട്. അവരുടെ എല്ലാ ചരിത്രങ്ങളും കൂടുതലായി നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് ഈ കണ്ണൂരിന്റെ ഈ മണ്ണിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു വലിയ മഹാനെ കുറഞ്ഞ സമയം അനുസ്മരിക്കുക മാത്രമാണ് ഞങ്ങൾ ഈ ചരിത്രം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സലാഹുദ്ദീൻ ഫൈസി ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഈ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്നത്. 100 വർഷത്തെ ചരിത്രം, 100ഓളം വരുന്ന പാട്ടുകളിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനത്തിന്റെ തൊട്ടു മുമ്പായി അത് പ്രകാശിതമാകുകയാണ്. 100 പുസ്തകത്തിൽ ഒന്ന് സമസ്ത ചരിത്രം കേരള കിസ്സപ്പാട്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ എന്നെ ഗഫൂർ മാവണ്ടിയൂർ എഴുതിക്കൊണ്ട് നമ്മളിലേക്ക് വരികയാണ്. നിങ്ങളൊക്കെ അത് വാങ്ങണം, പാടി പഠിക്കണം, പറഞ്ഞു പഠിക്കണം. നമ്മളെ കുട്ടികൾക്ക് എന്താണ് ഈ സമസ്ത എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പാട്ടുകൂടി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഉചിതമാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചരിത്രം ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഉരയുന്നൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്റെ ബീരിത കലിമത്തിനാലേ എല്ലാം ഓശാരം തരും ഖാദിറാകും ഖല്ലാഖുടയോനിൽ നേശത്തിൽ തൂതി ഹംദിനാലേ. ആരംഭക്കാനി നബി മണി മുത്ത് മഹമൂദിൽ പേരിമ്പം സ്വലവാത്തിനാലേ നല്ല ആലും പിന്ന സുഹാബും അഹ്ലുകളടങ്കലിൽ ചൊല്ലിടും സലാമതിനാലേ. സാരം കൊണ്ട ജബേറും കവിയത് തുടങ്ങട്ടെ, പാരം നീ സഹായം തരേണേ തല്ല്. സാധ്യം നീ കവിക്കില്ല അറിവും ശശിയും മറ്റും, നാഥാ നീ കനി വരുളേണേ. ഏതൊരു ചരിത്രത്തിന്റെയും ആദ്യം ഹംദ് കൊണ്ടും ബിസ്മി കൊണ്ടുമാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ബർക്കത്തിന് വേണ്ടി അതൊന്ന് തുടങ്ങിയെന്ന് മാത്രം. ഞാൻ വീണ്ടും ചരിത്ര താളുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മളിവിടെ അനുസ്മരിക്കാൻ പോകുന്ന മഹാൻ ആരാണെന്നും എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നും ഇൻഷാ അല്ലാഹ് ഇനി വരാൻ പോകുന്ന വരികളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം.
ഉണ്ടല്ലോ പോലീശയാൽ മികത്തോരം കൊണ്ടുള്ളോരാം ബഹുശൂരരെ ഉന്നത മാർഗം സമസ്തയെ പോറ്റാൻ വന്ന കുതുബി മഹാനരെ നിന്റെ മഹാഉലമാക്കളുക്കെല്ലാം കെണ്ടരയണ്ട് ഈ നാട്ടിലെ നിർത്തി മുടിത്തിടുകാമൽ പോലീശ കീർത്തി പെരുത്തവർ ബാരിലെ പണ്ടവൻ തന്റെ റിളായി കൊതിച്ചെന്ന് പത്തര മാറ്റോടെ മുന്നിൽ നടക്കുന്നു കൊണ്ടില്ല സ്ഥാനമാനങ്ങൾ അവിടം കോടാതെ കൊടിയെ പാരിക്കുന്നു ആദിജ്യോതി ദൂതർ ഹളറത്തിൽ നീതമോദമാടും സുവനത്തിൽ അതിമധുരം കതിരുതിരം നിറയുന്ന സുഖഭവനം മികഭവനം തകവനം പതിജന്ന അകസുഖ ഭഗസഗുണ ജഗപതി വഗഗന അകസുഖ ഭഗസഗുണ ജഗപതി വഗഗന കുതുബി മദ സുബ്ഹാൽ കൊതിൽ ഉമദാലിദ മേഘല്ല കുതുബി മദ സുബ്ഹാൽ കൊതിൽ ഉമദാലിദ മേഘല്ല പാറി പാറത്തിയ വാനില കൊടിയേറെയും ഇസ്സത്തിലായിട്ട് പാരം ശജാഅത്തിനാൽ ബിദ്അത്തിൻ നേരെ കുതിക്കുന്നോരായിട്ട് പേരും അമികും കൊടുവായൂർ ഊരിൽ നിറന്തവരായിട്ട് പേശം ചെറുചാലിൽ തീര റഹ്മതി നേശപ്പു സന്തതിയായിട്ട് പരിശുദ്ധ ദീനിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി രാവും പകലില്ലാതെ ഓടി നടന്ന വിദഈ ആശയങ്ങൾക്കെതിരെ സധീരം പോരാടിയ വലിയ ഒരു മഹാ വ്യക്തിയാണ് നമ്മുടെ ഈ കഥാപുരുഷൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത തന്നെ അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് നമ്മുടെ കവി തന്നെ ഒരു പ്രാർത്ഥനയിലൂടെ ഓരോ അടികളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മുത്തു റസൂലുള്ളാഹിന്റെ കൂടെ ഈ മഹാനോടൊപ്പം നാളെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ എന്ന് സ്വർഗത്തേക്ക് പരാമർശിച്ചുകൊണ്ട് കവി വലിയ വിശാലമായി കൊണ്ട് പറയുന്നുണ്ട്. കൂടുതൽ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ വിശദീകരിക്കുന്നില്ല. ആ മഹാനുഭാവൻ പാറിപ്പറത്തിയെ വാനിൽ അക്കൊടി, അക്കൊടി എന്ന് പറഞ്ഞാൽ സമസ്തയുടെ അക്കൊടി ഇസ്സത്തിലായിട്ട് പാരം ശജാഅത്തിനാൽ ബിദ്അത്തിൻ നേരെ കുതിക്കുന്നവരായിട്ട് ബിദ്അത്തിന്റെ ആശയങ്ങൾക്ക് നേരെ ഈ കൊടിയും പിടിച്ച് സധീരം മുന്നോട്ട് നേരിയ ആ മഹാനവറുകളിൽ ചെറുചാലിൽ ധീരർ അഹമ്മദിൻ നേശപ്പൂ സന്തതിയായിട്ട് ചെറുചാലിൽ ധീരരായ അഹമ്മദ് എന്നിവരുടെ നേശപ്പൂ സന്തതിയായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. നിറവിൽ ഹസാറോട് 800 ചേർത്തിട്ട് നിതബായി താരീഖും ഈസാവിൻ ഇട്ടിട്ട് 1877 അഭിജത്തിന്റെ കണക്കാണ്. ഓരോന്നോരാന്നായി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൊല്ലം അങ്ങനെ തന്നെ സൂചിപ്പിച്ചത്. ആ മഹാനുഭാവൻ ജനിച്ചത് ഇപ്പോൾ അറിയപ്പെടുന്ന ചെപ്പ്യാലം എന്ന മസ്ജിദിനടുത്താണ്. മലപ്പുറം ജില്ലയിലാണ്. AR നഗർ എന്ന പ്രദേശത്തിന് വേണ്ടി പറയപ്പെടുന്നുണ്ട്. ആ മഹാനുഭാവന്റെ ചരിത്ര താളുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. പക്ഷെ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കുത്തുബി എന്ന പേരിലാണ്. എന്താണ് അദ്ദേഹത്തിന് കുത്തുബി എന്ന പേരിൽ ലഭ്യമാവാനുണ്ടായ കാരണമെന്ന് കൂടി ഈ ചരിത്രത്തിൽ നമുക്ക് കേൾക്കാം. ഉന്നതരാകും മഹാനവർക്കുള്ള പൊന്നൊളി നാമം മുഹമ്മദാ ഓടമ്മി ഗന്ധവരാകയിൽ ഗുരു ചോടിയ പേർ കുതുബിയതാ മിന്നിത്തിളങ്ങിയ യോഗം ഇഫ്തിതാഹിന്നിക്കളം അവർക്കുള്ളതാ മിക്ക മജാലിസിലും ദുആ കൊണ്ട് തക്ക ഫലം കനിന്തുള്ളതാ മന്നവനോട് അവർക്കേറെ അടുപ്പമ മാർഗമുറകളിൽ ഏറെ കടുപ്പമ മുന്നം മണയാൻ അരിയർക്കിടുക്കമ മുന്തിയ വേഷം വക്കാറും പേരുപ്പമ ആദിജ്യോതി ദൂതർ ഹളറത്തിൽ നീതമോദമാടും സുവനത്തിൽ അതിമധുരം കതിരുതിരും മതിരുതിരം നിറയുന്ന സുഖഭവനം മികഭവനം തകവനം പതിജന്ന അകസുഖ ഭഗസഗുണ ജഗപതി വഗഗന അകസുഖ ഭഗസഗുണ ജഗപതി വഗഗന കുതുബി മതി സുഖപാൽ കൊതി ഉമദാലിദ മേഘല്ല കുതുബി മതി സുഖപാൽ കൊതി ഉമദാലിദ മേഘല്ല ഉന്നതരാകും മഹാനവർക്കുള്ള പൊന്നൊളി നാമം മുഹമ്മദാ ഊടം മികന്ധവരാകയിൽ ഗുരു ചൂടിയ പേർ കുതുബിയതാ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സ്ഥാനത്ത് പോലും അദ്ദേഹം ഇതുവരെ അവരോധിച്ചില്ല. ഒരു പ്രസിഡന്റ് ആയിട്ടില്ല, ഒരു സെക്രട്ടറി ആയിട്ടില്ല. എന്നിട്ട് പോലും പല സമ്മേളനങ്ങളിൽ അദ്ദേഹം
ദുആക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, പല സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത്ര വലിയ മഹാനായിരുന്നു ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം ഒരുപാട് ദുആ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ്, ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ്. എത്രയും സുന്ദരമായ പ്രഭാഷണ വേദിയിൽ തിളങ്ങി നിറഞ്ഞ മഹാനാണ്. വിജ്ഞാന നിറകുടമായ മുഹമ്മദ് മുസ്ലിയാരെ ഖുത്ബി എന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ ഉസ്താദ് ആണെന്ന് ഈ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതൊരു വലിയ കിതാബിന്റെ കിതാബിന്റെ പേര് കൂടിയാണല്ലോ ഖുത്ബി. അപ്പൊ അതിൽ വലിയ കഴിവുറ്റ ഒരു ശിഷ്യനായിരുന്നു ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ട് തന്നെ ഉസ്താദ് അങ്ങനെ ഖുത്ബി എന്നാണ് വിളിച്ചത് എന്ന് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതിന്റെ ശരിയായ വശങ്ങൾ ഇനി നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. ചരിത്രം ഇതാ ഇങ്ങനെ തുടരുകയാണ്. പെരുക്കം പലതാകും അജായിബിനാലെ നയന്ത് ജനറുകളുമുണ്ട്. പേരും പെരുമാ മികവുറ്റവരാം ഖുത്ബിയരുടെ അളവിലെ കാലമപ്പളുതിൽ താരം കേൾവി ഇത്തലമിൽ അറിവാളറുറ്റുരവിൽ ബഹുരസമേറും കഥ കൊണ്ടിവിടത്തിലെടുത്തിനി ചെപ്പിടലാ. നിറയും മന നിമ്മതിയാൽ പതിച്ചൊക്കിളിയിൽ പൊറുതിട്ടിടും പോതിൽ നിതമാലൊരു സംഗതി ചാലുകളെ തിടവേ മുനമിൽ മഹിതരെ നേർപുകിന്തിടവേ സലാമാൽ മൊളിന്തിടവേ ഈദം പോലിരുന്തിടവേ ദുരരുമ നീർത്തി ഉമയിത്തലമെത്തിയതെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ ചെപ്പ്യാലത്ത് നിന്ന് മാറി ഇവിടെ നമ്മുടെ ചൊക്ലിക്കടുത്തായിരുന്നു പിന്നീട് താമസമുണ്ടായിരുന്നത്. ഈ ചൊക്ലിയിൽ താമസിച്ച് വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വരികയാണ്. കുറച്ച് ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരികയാണ്. ആരാണ് വന്നവർ, എന്തിനാണ് അവർ വന്നത് എന്ന് അടുത്ത വരികളിൽ ഇതാ സൂചിപ്പിക്കുന്നു. പറവായി എമ്മൈ വന്നിടുമേ പുരിയാകിന ചെമ്മാടെണ്ടിടം നിണ്ട് ഫർദാനുടെ ബൈത്തുളമിൽ ജുമുഅക്കിതമുത്തിടുവാൻ അതിനൊരു മാർഗമുത്തിടുവാൻ ഊരവാൽ തിരിത്തിടുവാൻ വരുമോ തരിത്തിടുവാൻ ഇതു പടിഭാഷം നിറവൊത്തവർ അത്തരുണത്തിലുരത്തിടലാ. ഇതുകൾ ശവി തണ്ടവരൊക്കുമെ തക്ക മൊഴിക്ക് ജവാബായി അണയാം വരുഹാമിസിലാക്കിയമേറയിൽ നിയലത്തിടുമേ തരമൊരു കാരണപ്പിടണം ഏനൈ കൂട്ടി മുന്തിടണം ജോമൂഴ തുടങ്ങിടണം അവിടമിൽ അടവേ മഹലത്തിലെ ഒത്തവർ മൊത്തമയെത്തിടണേ. കാണാമെന്നവർ ചെമ്മാട്ടുകാരാ, മലപ്പുറം ജില്ലയിലെ ചെമ്മാട് പ്രദേശത്തുള്ള ആളുകളാ കാണാൻ വന്നത്. ഉസ്താദ് അവരെ കേറ്റിരുത്തി എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പൊ വന്നവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല ഉസ്താദെ, ഞങ്ങളെ വലിയ മഹല്ല് തിരുരങ്ങാടി മഹല്ല, അതുകൊണ്ട് ചെമ്മാട് ഞങ്ങൾക്ക് ഒരു ജുമാ തുടങ്ങി തരണം. നിങ്ങളാണല്ലോ അവിടെ ജുമാ തുടങ്ങാനുള്ള ആള്, അതുകൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഞാൻ വരാം, അടുത്ത വ്യാഴാഴ്ച വരാം. ഞാൻ ഇവിടെ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് ട്രെയിനിൽ വരും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ നിന്ന് ഒരു കാറുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരൂ. ഞാൻ ആ കാറിൽ കയറി നേരെ ചെമ്മാട്ടേക്ക് എത്താം. നമുക്ക് ജുമാക്ക് അവിടെ ആളുകളെ വിളിച്ചു കൂട്ടിക്കോളൂ, അവിടെ കൂടുന്ന ആളുകളൊക്കെ കൂടിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ജുമാ തുടങ്ങാമെന്ന് പറഞ്ഞു. അവർ ഉസ്താദിന്റെ വാക്ക് കേട്ടു. ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വന്ന ചെമ്മാട്ടുകാർ തിരിച്ചുപോയി. പക്ഷേ ഈ വാർത്ത മഹലിലൊക്കെ നടന്നു, അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു. തറവാട് മഹല്ലുകാരായ തിരുവങ്ങാടിക്കാരും അറിഞ്ഞു. അന്നാണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. എത്തി ദിനമപ്പടിയാലെ പരപ്പനങ്കാടി ഇറങ്ങിയ വണ്ടി ഏറി സയ്യാറയിൽ വന്ന് പുകിന്തിടെ പള്ളിയിലെ അതിനകമേറെ പുകിലുകളായി വീണയാൽ ഉളർന്നിടലായി ജനരാൽ മുതിർന്നിടലായി പലവിധ ഏറ്റം തറവാട് മഹല്ലതിൽ നിണ്ടും ഉഷർന്നിടലാ. ചിനതം ലജിനത്തിനകത്തെ ചിലർകളിൽ അത്തരുണത്തിൽ കാവൽ തുറയണ്ടവർ ചണ്ടുടൻ വിണ്ടുര കൊണ്ടിടവേ നമതുടെ ഭാഗമിക്കരയിൽ ചില പേർകളൊത്തുരവിൽ ജുമുഅ തുടങ്ങുവതാൽ അതിനധികാരം അവർക്കില്ലത് കൊണ്ട് തടുത്ത് മുടക്കിടുവാ. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ വ്യാഴാഴ്ച ഇവിടെ കയറി
അങ്ങനെ പരപ്പാനങ്ങാടി സ്റ്റേഷനിലെത്തി. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ടുപോകാൻ വണ്ടി വന്നു. ഉസ്താദ് ആ വണ്ടിയിൽ നേരെ ഇവർ ജുമുഅ തുടങ്ങാൻ നിശ്ചയിച്ച ആ പള്ളിയിൽ ചെന്ന് അവിടെ ഉസ്താദിന്റെ ഒരു ഇരുത്തുണ്ട്. ആ ഇരുത്തം അവിടെ ഇരുന്നു. അതിന്റെ മുമ്പേ ഈ തിരുരങ്ങാടിക്കാരായ തറവാട് പള്ളിക്കാർ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. എന്താ പരാതി? ഇവിടെ തിരുരങ്ങാടിയാണ് തറവാട് മഹല്ല്, അതുകൊണ്ട് ഇവിടെ ജുമുഅ തുടങ്ങാൻ ചെമ്മാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് തടയപ്പെടണമെന്ന് പോലീസിന് പരാതി കൊടുത്തു. പോലീസിൽ SI അടക്കം പറഞ്ഞു, നിങ്ങൾ തിരുരങ്ങാടിക്കാരല്ലേ, നമ്മൾ അറിയുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ട് നമ്മൾ തരാം. അവിടെ ഞാനിവിടെ ഉള്ള ജോലിയുള്ള കാലത്തോളം ഇവിടെ എന്തായാലും ജുമുഅ തുടങ്ങൂല എന്ന് SI അവർക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ഉസ്താദ് പള്ളിയിലെത്തിയ വാർത്ത അറിഞ്ഞ SI ഒരു കത്തുണ്ടാക്കിയിട്ട് ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അവിടെ പള്ളിയിൽ ജുമുഅ തുടങ്ങാൻ വരുന്ന ആ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. ജുമുഅ അവിടെ തുടങ്ങാൻ പാടില്ല എന്ന് അദ്ദേഹം എഴുതി കൊടുത്തേക്കാണ്. അങ്ങനെ ആ കത്തുമായി ആ പോലീസുകാരൻ പോകുന്നു. ഉസ്താദിനെ കാണുമോ ഇല്ലയോ, അയാൾ എന്ത് സംഭവിക്കുന്നു? അടുത്ത ഇശരി ഉറ്റുമടക്കി ആയത്തെ പിറകെ തിടുക്കം മുതിർന്നാനേ തലവർ ഊക്കോടെ ചമ്മാടിയിലെത്തി ജനരോട് ഏറ്റം കയർത്താനേ. പറ്റുകയില്ലായി താനത്തിൽ നിങ്ങൾ ജുമുഅ നടത്താനേ, അതിനാൽ പത്തി മടക്കി തിരിന്തിട്ടു മൈകളും ഒത്തിട്ടു ശിപ്പീനേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കത്തുമായി പോകില്ല, പോകണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ ആ കത്തുമായി അദ്ദേഹം ചെന്നു. ജനങ്ങളോടൊക്കെ അവിടുത്തെ ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചു, ഇവിടെ ജുമുഅ തുടങ്ങാൻ പറ്റില്ല, ഇവിടെ ഒരു തറവാട് ജുമുഅ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം മടങ്ങി പോകണം എന്ന് പറയാനാണ് ഈ പോലീസുകാരൻ ഏൽപ്പിച്ചിട്ടുള്ളത്. കത്ത് കൊടുക്കാൻ ചെന്നവൻ എന്ത് ചെയ്തു? പോലീസുകാരൻ ഉസ്താദിന്റെ ഇരുത്തം കണ്ടപ്പോ ഉസ്താദിന്റെ അടുത്തേക്ക് തന്നെ അടുത്തില്ല. ആ ഇരുത്തത്തിൽ തന്നെ അദ്ദേഹം പേടിച്ചു പോയി. ഒരു സിംഹത്തെ പോലെ ഉസ്താദിന്റെ മുമ്പിൽ എന്തോ നിൽക്കുന്നത് പോലെ പോലീസുകാരന് തോന്നി. അങ്ങനെ അവർ എന്ത് ചെയ്തു? അവിടെ നിന്നും മടങ്ങിപ്പോരുകയാണ്. പെട്ടേനെ ഇക്കൂവൽ കുത്തീരം ചെപ്പുവാനൊട്ടും മുടിയാത് ഊരിയാൻ പേരും പെരുമാ പെരുത്ത കുത്തുബിയോരെണ്ട് കശിയാത് എണ്ട് കശിയാത്. മിത്ത മഹാനരാണുത്തരവെങ്കളിൽ ഉത്തിമുടിവാക്കി ഇജാസ മേലിൽ ഉപേക്ഷക്കാധികാരവും അവർ എണ്ട് വെളിവാക്കി ആക്കിയ കാര്യം തരിത്തവർ എപ്പോവരും എണ്ടുറപ്പാക്കി റജായി അത്തലമെത്തി മഹാനരും എണ്ട് പിറകെയക്കിനാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം കഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ സമയം അതിക്രമിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് സദസ്സിനൊരു അദബുകേടാകുമല്ലോ. ചുരുക്കി പറയട്ടെ, ഈ പോലീസുകാരൻ ആ കത്തുമായി ചെന്ന് അപ്പോൾ അദ്ദേഹത്തിന് ആ കത്ത് പോലും കൊടുക്കാൻ അദ്ദേഹത്തിന് ബേജാറായി. അദ്ദേഹം തിരിച്ചു വന്ന് SIയോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകില്ല, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ചെന്ന് കത്ത് കൊടുത്തോ, ആ ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ എന്നെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ SI പറഞ്ഞു, നിങ്ങൾ ആരും പോകണ്ട, ഞാൻ പോയിക്കോളാം, അദ്ദേഹത്തോട് 4 വാക്ക് പറഞ്ഞിട്ട് ഇവിടെ ജുമുഅ തുടങ്ങാൻ പറ്റില്ല എന്ന് പറയണമെന്നാണ്. അങ്ങനെ SI തന്നെ നേരിട്ട് പോയി പള്ളിയിലിരിക്കുന്ന ഉസ്താദിനോട് ചെന്ന് കുത്തുബി മുഹമ്മദ് മുസ്ലിയോട് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ SI, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ജുമുഅ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അത് ഇവിടെ നടക്കൂല, ഇവിടുത്തെ നിയമത്തിനെതിരാ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം, വന്ന വണ്ടിക്ക് തന്നെ തിരിച്ച് ചൊക്കിളിക്ക് കയറിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഉസ്താദ് വെച്ചു, നിങ്ങൾ ആരാ? ഞാൻ ഇവിടുത്തെ SI. എന്നാ SI ഇരിക്കൂ, ഒരു കാര്യം പറയാണ്ടതാണ്. എന്തേന്ന് ചോദിച്ചു. ഇവിടെ ജുമുഅ തുടങ്ങണോ വേണ്ടയോ എന്ന് പറയാനുള്ള അധികാരം എനിക്കാണ്, ഞാനല്ല ഇവിടുത്തെ ആള്. നിങ്ങൾ അധികാരം എന്താ? നിങ്ങൾ അധികാരം ഇവിടെ ജുമുഅ തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനാണോ പോലീസ്? ആ കാര്യം നിങ്ങൾ ഏറ്റെടുത്തോ. അല്ലാതെ ജുമുഅ തുടങ്ങണോ വേണ്ട എന്നുള്ള മസല പറയാൻ നിങ്ങൾ ഇവിടെ വരണ്ട. ഇത് കേട്ടപ്പോ SI അറിഞ്ഞു, ഞാൻ പോവാണ്. അദ്ദേഹം പോയി തിരുരങ്ങാടിക്കാട് എന്ന് പറഞ്ഞു, നീ മേലാല പറയരുത്, അവിടെ ജുമുഅ തുടങ്ങണോ തുടങ്ങേണ്ട അധികാരം അയാൾക്കല്ലേ, അതുകൊണ്ട് അയാൾ തുടങ്ങാതിരിക്കുക ചെയ്യട്ടെ, ഇനി ആ പേര് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഇത് ഉസ്താദാണ്. ഇന്ന് അവിടെ ഒരു സ്ഥാനവും മാനമൊന്നുമില്ല.
ആർക്കും ഒന്നും വേണ്ട, ഒരു പ്രസിഡന്റും സെക്രട്ടറി ഒന്നും വേണ്ട, ആ വാക്ക് മതി, ആ ഗർവ് മതി. ഇന്നെ ഇപ്പൊ നമ്മള് പല ആളുകളെയും ഇവിടേക്ക് ക്ഷണിക്കാതെയും ക്ഷണിച്ചൊക്കെ വരുന്നത് അവർക്ക് ചില അധികാരങ്ങൾ കിട്ടിയതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരമില്ലെങ്കിലും നമ്മൾ ആ സംഘടനയ്ക്ക് വേണ്ടി ജീവമരണ പോരാട്ടം നടത്തി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് കന്യാകുമാരി മുതൽ ഈ കണ്ണൂർ വരെ നമ്മൾ എത്തിയിരിക്കുന്നത്. തുടർന്നും മരണം വരെ ഈ സംഘശക്തിക്ക് വേണ്ടി പടപൊരുതാനും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാനും റബ്ബ് തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പൂർണ്ണ രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പാടി പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. നിങ്ങളൊക്കെ അതിന്റെ ആളുകളായി മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.